ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ ആൻഡ് രാജ്. ഞാനിന്ന് ചെയ്ത വീഡിയോ ഒരു റൈഡാണ്. ഒഫീഷ്യലി പോയതാണ് കോതമംഗലത്ത് നിന്ന് കുട്ടമ്പുഴയിലോട്ട്. അപ്പോൾ ഈ കുട്ടമ്പുഴ എന്ന് പറയുമ്പോൾ തട്ടേക്കാട് കഴിഞ്ഞിട്ട് ആണ് കുട്ടമ്പുഴ വരുന്നത്. ഈ കോതമംഗലത്ത് നിന്ന് ഏകദേശം 19 കിലോമീറ്റർ ഉണ്ട്. ഈ 19 കിലോമീറ്ററിൽ ഒരു 16 കിലോമീറ്റർ നമ്മൾ പോകുന്നത് കാട്ടിലെ സൈഡിൽ കൂടി, അതല്ലെങ്കിൽ കുറേ തണൽ മരങ്ങളും ഏകദേശം ഒരു കാടിൻ്റെ പ്രതീതിയാണ്. ഈ നമ്മൾ നട്ടുച്ചയ്ക്ക് പോകുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ്. തണലിൻ്റെ സൈഡിൽ കൂടിയുള്ള വണ്ടി ഓടിക്കുന്നതും അതേപോലെ ചെറിയ കാറ്റും നമുക്ക് ചൂടൊട്ടും തന്നെ ഫീൽ ചെയ്യാത്തൊരു ഏരിയയാണ് ഈ കോതമംഗലം തട്ടേക്കാട് വഴിയുള്ള കുട്ടമ്പുഴ യാത്ര. ഇത് വരുന്നത് എറണാകുളം ജില്ലയിൽ തന്നെയാണ്. എറണാകുളം ജില്ലയുടെ ഒരു ബോർഡറാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കുറച്ചുകൂടി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇടുക്കിയിലോട്ട് കയറാം. അതേപോലെ തന്നെ റൈറ്റ് പോയാൽ നമുക്ക് കോട്ടയം ഉള്ള മലയോര പ്രദേശങ്ങളിലോട്ട് കയറാനുള്ള വഴികൾ ഇവിടുന്ന് തിരിയുന്നുണ്ട്. ഈ റോഡുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയ വീതിയൊന്നുമില്ല, പക്ഷെ ഉള്ള റോഡ് കുഴിയും കാര്യങ്ങളൊന്നുമില്ല. നന്നായിട്ട് ടാറിയിട്ടുണ്ട്, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ. ഇതിൽ കോതമംഗലത്ത് നിന്ന് KSRTCയുടെ ബസ് റൂട്ട് ഉണ്ട് ഈ കുട്ടമ്പുഴയ്ക്ക്. എപ്പോഴും ഇല്ല, ഒരു 2 മണിക്കൂറിൽ ഒരു ബസ് റൂട്ട് എന്നാണ് ആൾക്കാർ പറഞ്ഞത്. അതേപോലെ തന്നെ ഇവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രാത്രി വലിയ മൃഗങ്ങൾ, ആന, പിന്നെ അതുപോലെ തന്നെ ചില സമയത്ത് കരടി, ഇതിനൊക്കെ അവിടെ കാണാറുണ്ട്. ആരെയും ഇതുവരെ ശല്യപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഈ റോഡിൻ്റെ ഒരു സൈഡിൽ പെരിയാർ നദി നമുക്ക് കാണാം. കാരണം അപ്പുറത്തെ വശം കാടാണ്. അപ്പോൾ പെരിയാർ ഈ റോഡിൻ്റെയും കാടിൻ്റെ ഇടയിൽ കൂടിയാണ് ഒഴുകുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു സൈഡിലായിട്ട് കരിക്കും ചായയും ചെറിയ സ്റ്റോളുകളുണ്ട്. അത് കൂടുതലും വൈകുന്നേരങ്ങളാണ് ആക്റ്റീവ് ആവുന്നത്. പകൽ സമയത്ത് അത്ര അവിടെ കടകൾ തുറക്കാറില്ല, 1-2 കടകൾ ഒഴിച്ചിട്ട്. അപ്പോൾ ഈ കുട്ടമ്പുഴ എത്തുന്നതിന് മുമ്പാണ് തട്ടേക്കാട് പാലം. ഇപ്പോൾ ഇവിടെ പെരിയാറാണ് ഒഴുകുന്നത്. തട്ടേക്കാട് പാലം കഴിഞ്ഞ് ഉടനെ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. അവിടെ 9:30 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് എൻട്രി ഉള്ളത്. നിസ്സാര എമൗണ്ട് ഉള്ളൂ, 20 രൂപ എന്തോ ഇവിടെ ഉള്ളൂ. അത്യാവശ്യം കുറച്ച് പക്ഷികളെയൊക്കെ കാണാനുള്ള സൗകര്യമുണ്ട്. ഏതായാലും നമുക്ക് എറണാകുളത്ത് സിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു ഞായറാഴ്ച വളരെ പെട്ടെന്ന് 1-2 മണിക്കൂർ കൊണ്ട് പോയി വരാവുന്ന ഒരു ഏരിയയാണ് തട്ടേക്കാടും അതേപോലെ തന്നെ കുട്ടമ്പുഴ. ഈ വഴികളും ഒരു വ്യത്യസ്തത നമുക്ക് സമ്മാനിക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു ഫോറസ്റ്റിൻ്റെ TV ഉണ്ട്. അത് നേരിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് നിസ്സാര എമൗണ്ടിൽ കിട്ടുകയും ചെയ്യും. ഇതാണ് കുട്ടമ്പുഴ റോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സപ്പോർട്ടിന് നന്ദി. താങ്ക് യു. ബൈ.